അസ്സലാമു അലൈക്കും. വിഷയം ലഹരി നിർമ്മാർജ്ജനത്തിൽ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം. ലഹരി നിർമ്മാർജ്ജനത്തിൽ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ അലിഫ് ഫെസ്റ്റിന്റെ ഈ വേദിയിൽ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ലഹരി നിർമ്മാർജ്ജനത്തിൽ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം എന്ന വിഷയത്തിലാണ്. നിരോധിത ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിൽ കേരളം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മരുന്നുകളുടെ മായാവലയത്തിലേക്ക് ചേക്കേറുന്ന യുവതയുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഏതാണ്ട് 9-10 വയസ്സുള്ള കുട്ടികൾ പോലും ലഹരിയിൽ വളരെ പിടിപെട്ട് അമർന്നുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ മയക്കുമരുന്നുകളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സിംബാബ്വേയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് പോയി കടത്താൻ ശ്രമിച്ച കോടിക്കണക്കിന് രൂപ വരുന്ന മയക്കുമരുന്നുകളാണ് എയർപോർട്ട് സെക്യൂരിറ്റി വിഭാഗം പിടിച്ചെടുത്തത്. പല രീതിയിലാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ലഹരി വിറ്റഴിക്കപ്പെടുന്നത്. കണ്ണൂരിൽ കഞ്ചാവ് നൽകി ലഹരിക്കടിമയാക്കി തന്റെ സഹപാഠിയായ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മളിലേക്ക് എത്തുന്നത്. സാമൂഹ്യ മനസാക്ഷിയെ പോലും ലജ്ജിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സ്കൂൾ യൂണിഫോമുകൾ ആ കുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ പിടിച്ചെടുക്കുകയാണ്. കുട്ടിയുടെ പഠന സമയം 5-6 യൂണിഫോമുകൾ ബാഗിൽ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഓരോ സ്കൂളിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് ആ സ്കൂളുകളിൽ പോയി ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു ആ കുട്ടി ചെയ്തത്. അധ്യാപകർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇന്ന് നമ്മുടെ കേരളം. അതല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ക്യാമ്പസുകളും സ്കൂളുകളും കുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പസുകളിലേക്ക് നാം കണ്ടുവരുന്നത് മാറുന്ന സംസ്കാരത്തെ പറ്റി ലിബറൽ ചിന്തകളും സ്വതന്ത്ര ആശയങ്ങളും മൂർജിച്ച് ലഹരി ഉപയോഗിക്കുന്നത് ഞങ്ങളല്ലേ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. ലോക്ക്ഡൌൺ കാരണം ജീവിതം വഴിമുട്ടിയ പലർക്കും ക്യാമ്പസുകൾക്കും സ്കൂളിന് സമീപത്ത് വിൽപ്പന നടത്തുന്നവർക്കും ലഹരി ഒരു സാമ്പത്തിക മൂല്യമായി കണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് മയക്കുമരുന്നുകളും മറ്റു ലഹരി വസ്തുക്കളും ചെറുകിട കച്ചവടക്കാരിലേക്ക് വരെ എത്തിയതാണ് അർത്ഥവസ്തുത. നമ്മുടെ കൊച്ചു കേരളത്തെ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ മദ്യപാനം എന്നത് ഒരു സർക്കാർ സംവിധാനമാണ്. മദ്യം വിൽപ്പനയിലുള്ള വരുമാനത്തിനേക്കാൾ അതുകൊണ്ട് നേരിടുന്ന സാമൂഹ്യ വിപത്തുകളെ നേരിടാനാണ് ചിലവ് വരുന്നത്. ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇന്ത്യയിൽ ലഹരി വിൽപ്പന നടത്തുന്നതിൽ 16% കേരളത്തിലാണെന്നതാണ് വസ്തുത. 2013 ADIC പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 19% മുതൽ 27% വരെ ക്രിമിനൽ കേസുകളും മദ്യലഹരിയിലാണ്. 59% മുതൽ 69% വരെ ക്രിമിനൽ കേസുകളും മദ്യപ്രാരിതമാണ്. 2010 നടന്ന 80% വിവാഹമോചനത്തിനും കാരണം മദ്യമാണ്. മനുഷ്യനാണ് ബലഹീനരേക്കാൾ ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ലഹരി പടരുന്നത് കേരളത്തിൽ വളരെ അധികമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നും
മാറി ചിന്തിക്കാനും മറ്റും നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.